ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് കുംഭമാസം 1-ാം തീയതി, അതായത് 2017 ഫെബ്രുവരി മാസം 13-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം ഉത്രമാണ്. ഇന്ന് നമ്മൾ കത്തിലേക്കല്ല പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ശനിമാറ്റം ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മകരരാശിയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ കുംഭരാശിയെക്കുറിച്ചാണ് ശനിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മളോട് കുടമാളൂർ ശർമാജി പറഞ്ഞു തരികയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ ഇന്ന് നമ്മൾക്ക് ഇത്തരത്തിലുള്ളൊരു ഗൈഡൻസ് തരുന്നതിലേക്കും നിർദ്ദേശ പരിഹാര മാർഗങ്ങളിലേക്കുമൊക്കെ നമുക്ക് കടന്നു ചെല്ലാം. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്ന് കുംഭം 1-ാം തീയതിയാണ്, മലയാള മാസം. അപ്പോൾ കുംഭം 1-ാം തീയതി തന്നെ കുംഭരാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സംബന്ധിച്ചുള്ള ശനി ധനുരാശിയിലേക്ക്, അതായത് 11-ാം ഭാവത്തിലേക്ക് ആ ശനി ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും ഉദ്ദിഷ്ടസ്ഥാനത്തേക്കുമൊക്കെ മാറിയ നല്ലൊരു സുദിനത്തിന് സൂചിപ്പിച്ചുകൊണ്ട് കുംഭം 1-ാം തീയതി തന്നെ കുംഭക്കൂറുകാരെക്കുറിച്ച് പറയാൻ അവസരം തന്നത് വളരെയധികം ഭാഗ്യകരമായിട്ട് കാണുന്നു. അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും ചതയ നക്ഷത്രവും പൂരുരുട്ടായ നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ 45 നാഴികയിൽ ചേരുന്ന 2.25 രാശി സമൂഹമാണ് കുംഭം എന്ന് പറയുന്ന രാശി. ഈ രാശിക്കാർക്ക് കണ്ടകശനിക്കാലം ആയിരുന്നു. അതായത് ജനിച്ച രാശിയുടെ 10-ാം രാശിയായ വൃശ്ചികം രാശിയിൽ ശനി ജാനുവരി 26-ാം തീയതി വരെ സഞ്ചരിക്കുന്ന കാലം, 2.5 കൊല്ലം, വളരെയധികം ക്ലേശാനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പരിപൂർണമായ വിദ്യാഭ്യാസം, അതിൻ്റെ ഭാഗ്യം ലഭിക്കാൻ ബുദ്ധിമുട്ടോ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ, ജോലിയിൽ ഇരുന്നവർക്ക് ജോലി നഷ്ടപ്പെടുകയോ ശമ്പളം കിട്ടാതെ വരികയോ, ജോലിയിൽ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയോ, അനാരോഗ്യം നിമിത്തം ആരോഗ്യഹാനി സംഭവിക്കുകയോ, സാമ്പത്തികപരമായിട്ട് ബിസിനസ് മുതൽ മുടക്കി ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് മുതലുകൾ നഷ്ടം വരികയും പിരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ട്, ലാഭം കുറയുകയും വരികയും, നിരപരാധികളാണെങ്കിൽ പോലും പ്രതിസ്ഥാനത്തോ പരിസ്ഥാനത്തോ വന്നു ചേരുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടങ്ങളായിരുന്നു 2016 ജനുവരി 26 വരെ. അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിൽ ഇരിക്കുന്നവർക്ക് ഏതെങ്കിലും ജാതക സംബന്ധമായ ദോഷങ്ങൾ നിമിത്തമോ കുടുംബപരമായ ദോഷങ്ങൾ നിമിത്തമോ, ഇതൊന്നുമല്ലെങ്കിൽ നക്ഷത്ര ചേർച്ച ഇല്ലായ്മ കൊണ്ട് സംഭവിച്ചേക്കാവുന്ന ചില ദാമ്പത്യ കലഹ, വിരഹ, വേർപാട്, അസംതൃപ്ത, അപ്രിയ, മോഹഭംഗ ദാമ്പത്യങ്ങളിൽ ഒക്കെ ഇരിക്കുന്നവർക്കും, കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആകപ്പാടെ ഭാര്യാസന്താനം അല്ലെങ്കിൽ ഭർത്താവ് സന്താനം അല്ലെങ്കിൽ കുടുംബം, മക്കളുടെ മക്കൾ എന്നിവരാൽ പ്രയാസപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നവർക്കും, സഹോപരി രോഗങ്ങൾക്ക് സ്ഥിരം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും, അല്ലെങ്കിൽ നിരന്തരമായിട്ട് കച്ചേരി കോടതി കയറി ഇറങ്ങി നടക്കുന്നവർക്കുമൊക്കെ ഈ കാലഘട്ടം അടുത്ത 2.5 വർഷം, അതായത് 2015 ജനുവരി 26 മുതൽ 2.5 വർഷത്തേക്കിന് പൊതുവെ ഭാഗ്യകരമായിരിക്കും. വളരെ കാലമായിട്ട് ഒരു കൊച്ചു വീടോ കാര്യങ്ങളോ പണിയണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വസ്തു, വീട്, അല്ലെ ഫ്ലാറ്റ്, അല്ലെ വില്ല, താമസ സൗകര്യങ്ങൾ സംജാതമാകുവാനുള്ള അനുഗ്രഹം എത്തിച്ചേരും. ജാതക നിലയിൽ ഗ്രഹയോഗവും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം വിനിയോഗിക്കപ്പെടും. ഇനി ഇല്ലെങ്കിൽ പോലും ഭാഗികമായി പ്രയോജനപ്പെടും. അവിവാഹിതർക്ക് വിവാഹാദി ആലോചനകളും, ഉദ്യോഗാർത്ഥികൾക്ക് കണിശമായിട്ടും ഉദ്യോഗലബ്ധിയും, ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രമോഷൻ കാത്തിരിക്കുന്നവർക്ക്, ടെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും, വൈദേശിക ഗമനം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള പേപ്പേഴ്സ് സംജാതമാകുകയും, നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ബിസിനസ്സുകാർക്ക്, ബിസിനസ് എന്തുമാവട്ടെ, അവർക്ക് പുതിയ മാനങ്ങൾ, പുതിയ ആദായ മാർഗങ്ങൾ ഡെവലപ്പായി കിടക്കുകയും, പണം കെട്ടിക്കിടക്കുന്നവർക്ക്, എടുക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്നവർക്ക് അത് അനുഭവിക്കാനുള്ള നിയമ സംഹിത ഉണ്ടാകുകയും,
പൊതുവെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സാമ്പത്തിക ഐശ്വര്യ ദേവതയുടെ കളിയാട്ടവും ഭൂമി വസ്തു കെട്ടിടം വാഹനം മോഹിക്കുന്നവർക്ക് അതിനുള്ള യോഗവും അപ്രതീക്ഷിതമായി സാമ്പത്തിക ലബ്ധി കൈവരാനുള്ള യോഗങ്ങളും പുതിയ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് പെൻഡിങ് നിൽക്കുന്നവർക്ക് ലോണൊക്കെ പാസ്സായി എന്നുള്ള അറിവ് ലഭിക്കുന്നതിനും ഒക്കെയുള്ള സാധ്യതകൾ ഈ രാശിക്കാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള കാര്യസാധ്യം, രാഷ്ട്രീയ മത ഭരണതലത്തിൽ ഇരിക്കുന്നവർക്ക് ജനങ്ങളിൽ നിന്നും അപ്രീതി വന്നുകൊണ്ടിരുന്നവർക്ക് അവ മാറി തൻ്റെ പ്രവർത്തനങ്ങൾ നന്നായിരുന്നുവെന്ന് ജനങ്ങൾ വിധി എഴുതുവാനുള്ള ഒരു കാലവും തിരിച്ചു വിളിക്കുവാനുള്ള ഒരു കാലവും അതുപോലെ തന്നെ നാട്ടിൽ പ്രമാണിത്വവും കുടുംബജനങ്ങളിൽ ഐശ്വര്യങ്ങളും മക്കളുടെ മക്കൾക്ക് ഉള്ള മുത്തശ്ശന്മാർക്ക് അതീവ ഭാഗ്യാനുഭവങ്ങളും കെട്ടിടം മോടി പിടിപ്പിക്കാനുള്ള യോഗങ്ങളും അല്പം വസ്തു വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യങ്ങളും ഏതെങ്കിലും ഗ്രേഡ് ചേഞ്ച് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സുവർണാവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ശനി ജാതക നിലയിൽ നല്ല പൊസിഷൻ മകരം കുംഭം തുലാം എന്നീ രാശികളിൽ ഉള്ളവർക്ക് ഇത് പരിപൂർണമായ ഫലവും അങ്ങനെ അല്ലാത്തവർക്ക് 75% ഫലവും ദോഷകരമായി മേടരാശി പോലെയുള്ളവർ നിൽക്കുന്നവർക്ക് 25% ഫലവും ശുഭഗ്രഹദൃഷ്ടി മിത്രഗ്രഹദൃഷ്ടി ഉള്ളവർക്ക് 100% ഫലവും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ മാത്രം അധിഷ്ഠിതമായി നിൽക്കുന്നവർക്ക് ഈ ഗ്രഹദോഷങ്ങൾ ഒന്നും കാര്യമായി ബാധിക്കുന്നവരല്ല. എന്നാൽ അവരുടെ മുജ്ജന്മപരമായും പാരമ്പര്യപരമായും പൂർവികന്മാരാൽ ചെയ്തിരിക്കുന്നതിൻ്റെ ഫലങ്ങൾ അവർക്ക് ബാധകമാണെന്നാണ്. ചുരുക്കത്തിൽ നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാകൃതം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ജാതകത്തിൽ ദോഷം ഉള്ളവർക്ക് ഈ മന്ത്രങ്ങളാൽ ഒരു 108 രൂപ വീതം ശാസ്താക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി ഈ മന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്തോത്രങ്ങൾ ജപിച്ച് ശരീരത്തിലെയും മനസ്സിലെയും കുടുംബത്തിലെയും ശനിദോഷങ്ങൾ അകറ്റാം. അതുപോലെ തന്നെ ദോഷകരമായി സംഭവിച്ചിരിക്കുന്നവർക്ക് ഈ ശനി ദോഷകരമായിട്ട് ജാതക നിലയിലും അനുഭവത്തിലും വരുന്നതുകൊണ്ട് എല്ലാം ഗുണപ്രദമല്ലല്ലോ, എല്ലാ നാളുകാർക്കും ഗുണമല്ല, ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായിട്ട് വരുന്നവരുണ്ട്. ജന്മശനി, ഏതരശനി, കണ്ടകശനിയായിട്ട് രൂപാന്തരപ്പെട്ടവർക്കുണ്ട്. അവർക്ക് ഈ നീലാഞ്ജനത്തോടു കൂടി ഈ മന്ത്രങ്ങൾ ചൊല്ല അതുപോലെ ഈ ശ്ലോകങ്ങൾ കൊണ്ട് ശനിയന്ത്രങ്ങൾ പത്മമിട്ട് ശനിയന്ത്രം പൂജിച്ച് ധരിക്കാം, ഇന്ദ്രനീലം ധരിക്കാം, ശനിയാഴ്ച ഒരുക്കലെടുക്കാം, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം, ദാനധർമാനുഷ്ഠാനങ്ങൾ ചെയ്യാം, എള്ള നിവേദ്യമായ വഴിപാടുകൾ, നീരാഞ്ജനം മുതലായിട്ടുള്ള വഴിപാടുകൾ, കറുത്ത വസ്ത്രം നീലവസ്ത്രം മുതലായി ധരിക്കുക, ശബരിമല ദർശനം മുതലായതൊക്കെ ചെയ്ത് കാഠിന്യങ്ങൾ കുറയ്ക്കുക, ശനിയാഴ്ച ഉപവാസങ്ങൾ അനുഷ്ഠിക്കുക ഒക്കെ ചെയ്ത് കാഠിന്യമുള്ളവർക്ക് കാഠിന്യം കുറയ്ക്കുകയും ഗുണം കാൽബലം അരബലം മുക്കാൽ ബലമുള്ളവർക്ക് പൂർണ്ണ ബലത്തിലേക്ക് എത്തിക്കുകയും പൂർണ്ണ ബലത്തിൽ ഇരിക്കുന്നവർക്ക് ഈ വക മന്ത്രന്യാസങ്ങളൊക്കെ ചെയ്ത് അടുത്ത ദോഷം വരാൻ സാധ്യതയുള്ളതിന് ഒരു അഡ്വാൻസ് പോലെ മുൻകരുതലായിട്ട് എടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ദോഷക്കാർക്ക് ദോഷഫലങ്ങൾ പറയുവാനും ഗുണഫലക്കാർക്ക് ഗുണങ്ങൾ മുഴുവൻ ലഭിക്കുന്നതിനും ഈ ശനിമാറ്റം ഗുണകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശനിമാറ്റം കുംഭരാശിക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് കുടമാളൂർ ശർമാജി ഇന്ന് നമ്മളെ സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചത്. തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തോടു കൂടി തന്നെ ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി.